അതെ, കപടഭക്ത തന്നെ. ശ്രീലാപിള്ള പറഞ്ഞ കപടഭക്ത, ലസിത പാലക്കൽ പറഞ്ഞ കപടഭക്ത, പ്രിയ പറഞ്ഞ കപടഭക്ത, ലക്ഷ്മി കാനത്ത് പറഞ്ഞ കപടഭക്ത, അതേപോലെ നമ്മുടെ ഷൈനി മധുസൂദനൻ ചേച്ചി പറഞ്ഞ കപടഭക്ത. അതെ, കപടഭക്ത തന്നെ. ആ കപടഭക്തയുടെ ഒരു ഉയർച്ചയുടെ വീഡിയോ ആണിത്. എന്താണ് എന്നുള്ളത് കണ്ടു നോക്കൂ. ഹായ്, ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. എനിക്ക് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു സാധനമുണ്ട്. ആ സാധനം മേടിച്ചേക്കാം എന്ന് കരുതിയിട്ട് പോവുകയാണ്. മറ്റൊന്നുമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഉപയോഗിക്കില്ല, തിരുവനന്തപുരമൊക്കെ കൂട്ടിപ്പോയി. ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് കാശിമാല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ ഒരു കാശിമാല എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഗോൾഡാട്ടോ. കളിയായിരിക്കും മറ്റേ ചന്തയിലുള്ള സാധനമൊക്കെ വാങ്ങാൻ പോകുമ്പോഴൊക്കെയാണ് ഞാൻ സംസാരിക്കുക. പക്ഷേ ഗോൾഡിൻ്റെ ഷോപ്പിലേക്കാണ് പോണത്. 2.5 പവനാണെന്ന് പറഞ്ഞു. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. ഞാൻ എൻ്റെ സിസ്റ്ററിന് അയച്ചു കൊടുത്തു. അപ്പോൾ അവൾക്കും ഇഷ്ടം തോന്നി. അപ്പോൾ പിന്നെ ഒന്ന് പോയി നോക്കാം. അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇന്ന് എടുക്കും. പിള്ളാഴ്ച ഇങ്ങ് എടുക്കും. ഇന്ന് സ്വർണത്തിന് വില കുറയുകയും ചെയ്തിട്ടുണ്ട്. 91,000 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങ് എടുക്കും. പിള്ളാഴ്ച എന്ന് പറഞ്ഞാൽ അതിങ്ങ് എടുക്കും. പോയി നോക്കട്ടെ എങ്ങനെയാണ്. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെയായി. ഇപ്പോഴത്തെ സമയത്ത് 2 പവനൊക്കെ മേടിക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊക്കെ തന്നെയാണ്. എന്നാൽ പോലും അത് ഇഷ്ടപ്പെട്ടത് അപ്പം മേടിക്കണം എന്നുള്ളൊരു വാശിക്കാരിയും കൂടിയാട്ടോ ഞാൻ. അരുണേട്ടാ, ഒരു കാര്യം കേൾക്കണോ? ഞാനേ വീഡിയോ മുഴുവൻ കണ്ടില്ല കേട്ടോ. കരുണേട്ടൻ എന്നൊരു പേരിട്ടത് കൊണ്ട് മാത്രം കണ്ടതാണ്. ആരുടേതെന്നറിയോ? നമ്മുടെ ആരായിരിക്കും? ആരായിരിക്കും? ഞാൻ തുമ്മിയത് കേട്ടിട്ട് നിനക്ക് മനസ്സിലായില്ല? അപ്പൊ തംബ്ലൈൻ ഇട്ടത് കണ്ടപ്പം ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതേ ഉള്ളൂ. അവളുടെ അമ്മ പറയുന്നുണ്ട് പോലും, പ്രിയ ആരുടെ നേർക്കും പോവാറില്ല, പക്ഷെ ആരെങ്കിലും പ്രിയയുടെ നേർക്ക് വന്നാൽ അവൾ വിടില്ല പോലും. നീയോ എന്തോ പറയുന്നൊരു വിടില്ല നിന്നെ. എന്നിട്ട് പാട്ട്, ഇല്ല ഞാനില്ല വിടില്ല. ഒരു പാട്ട് ഫേമസ് ആയി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോള് അവിടെ കുത്തിരുന്നേ മോളെ കളിപ്പ് തീർക്ക്. അങ്ങനെയെങ്കിലും 10 രൂപ വരുമാനം നിനക്ക് കിട്ടട്ടെ. ഞാൻ ചുരിദാർ മുതലാളിയോ എന്തോ ആവട്ടെ. ഞാൻ ചുരിദാറോ സാരിയോ എന്തോ ഇട്ടോട്ടെ. സ്വന്തം പൈസക്കല്ല, എനിക്ക് സ്പോൺസർഷിപ്പ് ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ. അത് ഞാൻ പറഞ്ഞേക്കാം. ഉള്ള കാര്യമുള്ളത് കൂടെ പറയാമല്ലോ. ഇതൊക്കെ ആ ഒരു അനുഗ്രഹമായിട്ടേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. കമ്പനിക്കാരൻ്റെ ഏതോ ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പാത്രം ഉണ്ട് കേട്ടോ ഗൈസ്. അമ്മ ചോറ് കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ അതിൻ്റെ മൂക്കുത്തി ഒന്നും മാറ്റിയിട്ടിട്ടുണ്ട്. അവൻ്റെ അടുത്ത് നല്ല മൂക്കുത്തി ഉണ്ട്, അത് മേടിക്കണം. പറ്റെങ്കിൽ അരുണിനൊരു മോതിരവും മേടിക്കണം. കുറേ കാലമായി അവന് മോതിരം. ഗുരുവായൂർ നടയിൽ കൂടെയൊക്കെ പോകുന്ന സമയത്ത് മോതിരമുണ്ടോ നോക്കി എടുക്കുന്നത്. എന്തിനാ അവന് വെള്ളിൻ്റെത് വാങ്ങിയിട്ടത്? അല്ല എന്തിനു നീ വെള്ളിൻ്റെ മേടിച്ചിട്ടുന്നത്? നിനക്ക് സ്വർണത്തിൻ്റെ തന്നെ മേടിച്ചു തരാൻ ഞാനില്ലേ, പിന്നെന്താ? അപ്പോൾ ഞാൻ എന്തായി പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, എന്തായിരുന്നു മാമ പറഞ്ഞു വന്നത്? മാല വാങ്ങണം. അതല്ലാതെ എന്തോ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ആ ചുരിദാർ സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഓർത്ത് ആരും കുശുമ്പപ്പെട്ടിട്ട് കാര്യമില്ല. ഏതായാലും ഞാനിത് പോയി നോക്കട്ടെ. എന്തോ പറഞ്ഞു വന്നിട്ടുണ്ടായി. എന്നപ്പോഴേക്കും ഇവൻ്റെ ഇതിലായി പോയി. മൂക്കുത്തി മാറ്റിയിട്ട് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഞാൻ ആ ഷോപ്പിൽ പോയി നോക്കട്ടെ അതെങ്ങനെയുണ്ട്, ഏതാണ്. ഇഷ്ടമായാൽ സ്പോട്ടിനിങ്ങ് പൊക്കും. അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെന്താ, കമ്മലിട്ടില്ല. കമ്മൽ നല്ല ഊരി വീണ് പോയത് കൊണ്ട് ഇനി ഞാൻ കമ്മലിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗായ്സ്. ഞാൻ അത്രയും പേടിച്ചു പോയിട്ടുണ്ട്. ഞാൻ എന്നോട് പറയാൻ കാര്യം എന്താ വെച്ചായിരുന്നു അറിയോ? ഏതോ കമ്പനിക്കാരൻ്റെ അടുത്ത് ഇതുണ്ടെന്ന് പറഞ്ഞില്ല, കാറ് കഴുകുന്നത്. വണ്ടി ഒന്ന് കൈകാശാനെ പ്ലീസ് ആശാനെ. വണ്ടി കഴുകുന്നില്ലടോ. ATM 5,000 എടുത്തോളാം കേട്ടോ നീ.
കേട്ടോ. 3 ഓൻ്റെ കയ്യിൽ ഒരു പൈസയില്ല. അപ്പം ഞാനല്ലാതെ ആരും സഹായിക്കാൻ വേറെ ആരുണ്ടാവാൻ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നീ 5 എടുക്കാതെ തോനെ എടുക്കരുത്. ഇനി എടുത്തിട്ട് ഇനി ഞാൻ തള്ളുന്ന പറയണ്ട, എടുത്തിട്ട് കാണിച്ചും കൊടുത്തേക്കണ്ട് ഞാനിത് എത്ര പൈസ എടുത്തു എന്നുള്ളത്. ഇവിടെ തന്നെ പപ്പങ്ങാട് തന്നെ അങ്ങ് എടുത്തോളേണ്ടി, കയ്യിൽ പൈസ അല്ലാണ്ട് പുറത്തിറങ്ങണ്ട. അപ്പം അങ്ങനെയാണ്. ഏതായാലും ഷോപ്പിലെത്താറായി. എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്. മാലയൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇഷ്ടമായെങ്കിൽ മാത്രമേ ഞാൻ എടുക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ എടുക്കില്ലേ. അപ്പം അങ്ങനെയാണ്. അപ്പം വെയിറ്റ് ഇതൊക്കെ ഇതിലെ പോകണോ? ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇതിലെങ്ങനെ പോയാൽ ഭയങ്കര ബ്ലോക്കാടോ. അതാ ഞാൻ വിചാരിക്കും അല്ല ഉള്ളിൽ കൂടെ ഇവിടെ പോകുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നേരിട്ട് മാല കാണാം. മാല കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് മാടൂ. ഓക്കെ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ല, പ്രൊമോഷൻ ചെയ്തില്ല ഞാന്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കലക്കൂലേ? പൊളിക്കൂലേ? കൊറേ കാലായി കാശിമാല നോക്കിക്കൊണ്ട് നടക്കാൻ. ഇതിനാണ് കാശിമാല എന്ന് പറയാ. ഇത് കണ്ടോ, പണ്ടത്തെ അതല്ലേ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ചോദിച്ചാൽ ഇവിടെ പറഞ്ഞില്ല. അല്ല, പണ്ട് നാണയങ്ങൾ ഇങ്ങനെയല്ലേ കൊടുത്തോണ്ടിരുന്നത്? ചെയിനായിട്ടല്ലേ പണ്ടുള്ള കാലഘട്ടത്തില് ജോലിയൊക്കെ ചെയ്ത നാണയത്തുകളെ. കൃപേഷേട്ടന്റെ പേരല്ലാതെ വേറെ ആരുടെ പേരാ ഞാൻ പറയാ? ഇതാട്ടോ എന്റെ ചങ്ക് ബ്രോ. പ്രാന്ത് എന്ന് പറയാ. കൃപേഷേട്ടൻ നമ്മുടെ ഷോപ്പിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എടുക്കും. പിന്നെ എടുക്കാം, ലാസ്റ്റ് എടുക്കാം. ഇവര് കുടുങ്ങണ്ടല്ലോ. ഇവര് കുടുങ്ങണ്ടോ? എന്നെ കാണാൻ അടിപൊളി മാലയോ? നിങ്ങൾ അറിയും ഞങ്ങൾക്ക് ചായ അല്ല കുടുങ്ങണ്ട വെച്ചിട്ട് അതെ മോൾ കൂടി എടുക്കാം. ഇതാണ് സംഭവം വരുന്നത്. അങ്ങനെ മാല നിങ്ങൾ കണ്ടല്ലോ. ഇനി പൈസ എടുക്കണം. അതിന് ഇവൻ ബാങ്കിൽ പോകണം. ബാങ്കിൽ പോയിട്ട് പൈസ എടുത്തിട്ട് വേണം ഇനി അത് എടുക്കാൻ. ഞാൻ ജസ്റ്റ് അത് ഓക്കെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് കൊടുക്കത്തുന്നിട്ട് ഭയങ്കര കേട്ടോ. ഞാനതാ പറഞ്ഞ എന്നെക്കാട്ടിലും കൂടുതൽ യൂസ്ഫുൾ ആവുക അമ്മക്കായിരിക്കും. മിക്കവാറും അത് അമ്മയുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അടിപൊളി ഒരു സംഭവമാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് ഇഷ്ടപ്പെട്ട മനസ്സിന് ഇണങ്ങിയൊരു സംഭവം കിട്ടിയതാണ്. അപ്പോൾ ഞാൻ പൈസ എടുത്തിട്ട് വരട്ടെ, എന്നിട്ട് വേണം അത് മേടിക്കാൻ. അപ്പം അങ്ങനെയാണ്. ഇനി ഇവന് ATM ന്ന് പൈസ എടുത്ത് കൊടുക്കട്ടെ. ബാങ്കിൽ ഇവിടെ നിന്ന് കോഴിക്കോട് നിന്ന് എടുക്കുന്ന ചെക്ക് എടുത്തീനു. ഏതെടുത്ത ചെക്ക്? 2 ATM കാർഡ് ഉണ്ടല്ലോ, അല്ല 2 അക്കൗണ്ട് ഉണ്ടല്ലോ, ഇതിൻ്റെതാ എടുത്തത്. ഇല്ലല്ലടാ, ഞാൻ സൈൻ ചെയ്ത് വെച്ചെടുത്തില്ല. അതാ ചോദിച്ചേ. അപ്പൊ അങ്ങനെയാണ്. അപ്പം ഒത്തിരി ഇഷ്ടമായി. ബാക്കിയൊക്കെ മേടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. താങ്ക് ഗോഡ്, താങ്ക് യു കണ്ണ, താങ്ക് യു. കപട ഭക്തിക്ക് ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടാവുമോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല.
ഓക്കെ ബൈ ദ ബൈ. ഞാൻ ഇനി ബാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അത് എടുത്തിട്ട് ബാക്കി എന്നിട്ടല്ലേ. ഓക്കെ. അങ്ങനെ ഷോപ്പിൽ പോയിട്ട് ഗോൾഡെല്ലാം നോക്കിയല്ലോ. ആരോടും ബാങ്കിൽ പോയിട്ട് അവിടെ ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. അവനിതേ ഇപ്പം എത്തും എന്ന് പറഞ്ഞതിന് പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വാതിലൊക്കെ പൂട്ടി റെഡിയായി. ചുരിദാറൊന്നും മാറ്റിയില്ല കേട്ടോ, സെയിം ചുരിദാർ തന്നെയാണ്. ഒക്കെ മാറ്റിയിട്ട് അവനെയും കാത്തിരിക്കുകയാണ്. അവൻ വന്നാൽ നേരെ ഷോപ്പിൽ പോകണം, അതെടുക്കണം, കഴുത്തിലണിയണം. ഞാൻ പറഞ്ഞല്ലോ, ഭാഗ്യം അമ്മക്ക് തന്നെയാണ്, എനിക്കല്ല. അമ്മ നാളെ ഗുരുവായൂർ പോകുന്നുണ്ടോ അല്ലേ. അപ്പം എന്നോട് പറഞ്ഞു നേരെ അത് അവൻ്റെ കയ്യിൽ കൊടുത്തയക്കണേ, എനിക്ക് നാളെ ഗുരുവായൂർ പോകാനുള്ളതാണെന്ന്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതിട്ട് ആദ്യം ഗുരുവായൂരപ്പനെ കാണാൻ പോകണം എന്നുള്ളത്. പക്ഷേ അമ്മ ഗുരുവായൂർ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ആരായാലും ഗുരുവായൂരപ്പൻ കണ്ടാൽ പോരെ. അപ്പോൾ ഗുരുവായൂരപ്പൻ കണ്ടോട്ടെ, അമ്മ ഇട്ടിട്ടാണെങ്കിലും ഞാൻ ഇട്ടാലും ഒക്കെ കണക്കന്നല്ലേ. ഞാൻ ഈ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഭാഗമായിട്ടുണ്ട്, അത് അമ്മയും കൂടിയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ മാല എടുക്കാൻ പോവുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം. എല്ലാവരും കപടഭക്ത എന്ന് വിളിച്ചിട്ട് ആ കപടഭക്തക്ക് ഇങ്ങനെ മേലോട്ട് ഉയർച്ച വരുമ്പോൾ സമൂഹം തീരുമാനിക്കട്ടെ, ഞാനാണോ പറയുന്നവരാണോ കപടഭക്ത എന്നുള്ളത്. ഞാനൊരു തുളസി കതിര് നുള്ളി എന്ന് പറഞ്ഞിട്ട് ആ പറമ്പിലുള്ള ആൾക്കാർ ആ പറമ്പ് തന്നെ കൊത്തി റെഡിയാക്കി എന്ന് പറഞ്ഞ പറമ്പാട്ടോ ഈ കാണുന്നത്. അപ്പം തന്നെ മനസ്സിലായിക്കൂടെ കണ്ണൻ ആരാണെന്ന്. ഒരുപാട് കാലം പണി മുടങ്ങി കിടന്നൊരു സ്ഥലമാണ്. ആ തുളസിക്കതിര് ആ കണ്ണൻ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാട്ടോ ഇത്. അത് ഞാൻ നുള്ളിക്കൊണ്ട് കൊടുത്തത് കൊണ്ടൊന്നുമല്ല, അല്ലാതെ തന്നെയാണത്. ഇനി സമയമായാൽ എന്തും നടക്കുമെന്ന് ഉള്ള കമൻറ്റും വേണ്ട. എന്തായാലും അത് നടക്കുന്നുണ്ടല്ലോ, ഭയങ്കര സന്തോഷം. ഏതായാലും ഞാൻ ആ പോയിട്ട് ആ സാധനം എടുക്കട്ടെ, ഞാൻ റോഡുമ്മലേക്ക് നിൽക്കട്ടെ. എനിക്ക് അത്രയും ആകാംക്ഷഭരിതമായിട്ട് നിൽക്കുകയാണ് ഗൈസ്. ഓക്കെ, ടാറ്റാ. അങ്ങനെ അരുണെത്തിയിട്ടുണ്ട്. നേരെ ഇനി ഷോപ്പിലേക്ക് ബാങ്കിലോട്ടുക്കുമ്പോഴത്തെ ക്യൂ ആണെന്ന് പറഞ്ഞാൽ എന്താ ക്യൂ കൂടുതൽ. സാറ്റർഡേ അല്ലേ. അപ്പം സാറ്റർഡേ ബാങ്ക് തുറക്കുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പ്രൈവറ്റ് ബാങ്കാണ്, മറ്റേ SBI ഒന്നും അല്ല കേട്ടോ. അതും ഞാൻ പറഞ്ഞു തരാവേ. ഇനിയിപ്പോൾ അടുത്ത ചോദ്യമുണ്ട്, സാറ്റർഡേ എന്തെങ്കിലും ബാങ്ക് തുറക്കുമോ എന്ന് ചോദിക്കും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ തിരക്ക്. ഏതായാലും ആഗ്രഹം സാധിച്ചു എന്ന് പറയാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ഷോപ്പിലുള്ളത് കേട്ടോ. ദേവിന്റെ ഫോട്ടോ കഴുത്തിലുള്ള കണ്ടില്ല തോന്നുന്നു. അതിട്ട് അങ്ങനെ ഗൈസ് എന്റെ ആഗ്രഹം ഇവിടെ സാധിക്കുക. അത് മതി കൊടുക്കലുണ്ട്. നല്ല ഗിഫ്റ്റ് ആയി കാണിച്ചു. ചെറിയ മകന് ചെറുപ്പം വലുതാലും കൊടുക്കില്ല.
ഇതും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ആ ജാസ്തി ഒരുപാട് ജാസ്തി. അങ്ങനത്തെ പുതിയൊരു അതിഥി കൂടി എന്റെ ജീവിതത്തിലേക്ക് വന്നു. ഇഷ്ട ഷോപ്പാണ്, നമ്മുടെ ഷോപ്പിന്റെ മുതലാളിയാണ്. ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ലക്ഷ്മി മാല എന്നല്ലേ പറയാ. അപ്പൊ കാണുന്നില്ലട ഇങ്ങോട്ട് പാടോ. ഇത് എന്റെ സുഹൃത്താട്ടോ, സുഹൃത്ത് മുഖാന്തരാണ് ഞാൻ ഈ മാല എടുത്തത്. നമ്മുടെ കൊയിലാണ്ടി തന്നെയാണ് ഷോപ്പ് വരുന്നത്. സരുണ എന്നാണ് ഷോപ്പിന്റെ പേര്. അപ്പൊ മേക്കിംഗ് ചാർജ് വളരെ കുറവാട്ടോ. ഉള്ളത് പറയുന്നതിന് എന്താ, പുറത്തേക്കാട്ടിലും ഒരുപാട് കുറവാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധനങ്ങൾ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നോളി. കൊയിലാണ്ടി എന്നില്ല, കോഴിക്കോട് എന്നില്ല, ഏതൊരു ഏരിയ എന്ന് വന്നാലും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അത് ഞാൻ ഗ്യാരണ്ടി. അപ്പൊ രണ്ടാളെയും കണ്ടല്ലോ, ഇത് രണ്ടാള് കേട്ടോ എന്റെ സുഹൃത്തുക്കള്. എല്ലാരും പോയി ഞാൻ പുറം കൊടുക്കാം. ഷോപ്പിന്റെ പുറം എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാട്ടോ. 2.5 പവന് അല്ല, കുറച്ചും കൂടി റീച്ച് കാണില്ല. ജെസ്സിയൊക്കെ 2.5 പവൻ ഗിഫ്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സരുണേന്ന് ഗോൾഡെല്ലാം മേടിച്ച് നേരെ ശോഭികയിലേക്ക് പോയി. ഒരു ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. ആർക്കാണ്, എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞാൻ പറയാം. വെയിറ്റ് ചെയ്യൂ. ഒരു സർപ്രൈസായിട്ട് അവിടെ കിടക്കട്ടെ എന്നേ. അപ്പോൾ ഒരുപാട് ഡ്രസ്സ് ഞാൻ നോക്കി. എനിക്ക് നോക്കിയിട്ട് ഇപ്പോഴത്തെ മോഡലൊന്നും, ഞാൻ ഈ ചുരിദാർ തന്നെ ഇട്ടുകൊണ്ട് നടക്കുന്നതുകൊണ്ട് ഇപ്പോഴത്തെ മോഡലൊന്നും എനിക്ക് വലിയ പിടുത്തമില്ലാത്തതാണ്. അങ്ങനെ എൻ്റെ നേരെ സിസ്റ്ററുടെ മകളെ വിളിച്ചു. ഇത് നല്ലതായിട്ട് എനിക്കും അവർക്കും ഒക്കെ ഇഷ്ടമായി. അപ്പോൾ ബാക്കിലൊരു ഡാമേജ് പോലെ. അപ്പോൾ അവർ പറഞ്ഞു എവിടെയെങ്കിലും എന്തെങ്കിലും കൊളുത്തുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ അതെടുത്തില്ല. പിന്നെ ഇപ്പോഴത്തെ ഏതോ ഒരു ജാൻ്റെ പോലത്തെ ഒരു പാൻറ്റും മറ്റേ ഷീലയുടെ പോലത്തെ ഒരു ബ്ലൗസ് പോലത്തെ ഒരു ടോപ്പും എന്ന് പറഞ്ഞതിൻ്റെ മാതിരി അങ്ങനത്തതൊന്നും എടുത്തു. അതാണ് പോലും ഇപ്പോഴത്തെ മോഡൽ. എന്തല്ലേ. ഇതെൻ്റെ കുട്ടി സബ്സ്ക്രൈബേഴ്സാട്ടോ, ഒരു ഫോട്ടോ എടുത്തതാണ്. നേരെ അതും കഴിഞ്ഞ് ഞാൻ ഒരു ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അതും ഏതാണ്, ആർക്കാണ് എന്നുള്ളതൊക്കെ ഒരു സർപ്രൈസായിട്ട് അവിടെ കിടക്കട്ടെ. അങ്ങനെ ഒരു ചെരുപ്പും മേടിച്ചു. അത് ബില്ല് ചെയ്യാം കേട്ടോ. അവിടെ എപ്പോൾ ചോദിച്ചാലും നെറ്റാന്ന് അറിയും. ഏത് അവിടെ ഒരു 5 രൂപ പോലും കുറയ്ക്കൂല കേട്ടോ. പിന്നെ നിങ്ങൾ എന്തിനാ ആ ഷോപ്പ് പോകുന്നതെന്ന് ചോദിക്കും എല്ലാവരും. വേറെ ഓപ്ഷനില്ല. അവിടെ നിന്ന് തന്നെ ശോഭികയിൽ നിന്ന് തന്നെ എല്ലാ സാധനവും കിട്ടാനുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് എടുത്തതാണ്. അങ്ങനെ ശോഭികയിൽ നിന്നൊരു ചെരുപ്പും എടുത്ത് മെല്ലെ ഇറങ്ങി. എടുത്ത ചെരുപ്പ് ജസ്റ്റ് ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, ഒരാൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുത്താട്ടോ. ഇതാണ് ഇതേ ചെരുപ്പ് മേടിച്ചത്. അങ്ങനെ അത് മേടിച്ച് നേരെ വീട്ടിലോട്ട് പോന്നു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. മാല മേടിച്ചു. മാലയുടെ ഡീറ്റെയിൽ വീഡിയോ ഇടണം എന്നൊക്കെ ഉണ്ട് വിചാരിക്കുന്നു. സമയം എന്തോ അമ്മക്കിപ്പോൾ കൊണ്ട് കൊടുക്കും ഇനി മാല. അപ്പോൾ കണ്ട് കൊതി തീരും മുമ്പേ അത് കൂമുള്ളിക്ക് പോവാണ്. അപ്പോൾ അമ്മക്ക് നാളെ ഗുരുവായൂർ പോകുമ്പോൾ ഇടണം എന്ന് പറഞ്ഞു. അത് 2 ചെണ്ട അധികം മേടിക്കാൻ മറന്നു പോയുണ്ട്.
പിന്നെ പോകുമ്പോൾ അങ്ങനെ പറയാം. അവനോട് കൊയിലാണ്ടിക്ക് പോകുമ്പോൾ ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ വാങ്ങിത്തരണേ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങൾ. ഷോപ്പിങ്ങിൽ കയറിയിട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു, ചെരുപ്പ് എടുക്കാനുണ്ടായിരുന്നു, ഒക്കെ എടുത്തു. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോസ് പിന്നെ കാണിക്കുന്നുണ്ട്. എടുത്തു എന്നുള്ളത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി, ബാക്കിയൊക്കെ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയാണ്. ഇനി വീട്ടിലെത്തിയിട്ട് ആ മാലയുടെ ഡീറ്റെയിൽ ഒരു വീഡിയോ കാട്ടിത്തന്ന കൊളാഷ്. ഓക്കെ, ആരാ ഞാൻ ആരാന്നറിയോ എനിക്ക്? ആരാ ആരാ? നോ, കപട ഭക്ത. ആര്? കടപടപട ശ്രീല പിള്ളേ, കപട ഭക്ത. എന്നെ കുറിച്ച് അന്വേഷിപ്പിക്കണം കേട്ടോ. എന്തിനാന്നറിയോ? എനിക്ക് അതിര് കാലം കഴിഞ്ഞ് മറ്റേ സാലറി വരുന്ന ഇവനാട്ടോ എല്ലാത്തിനും കാരണം. മറ്റേ ഇത് ഇങ്ങനെ കൊടുത്താൽ മതി. ഇവന് സാലറി അതിര് കവിഞ്ഞ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി കേട്ടോ. ശ്രീല പിള്ളേ, എനിക്ക് നിന്റെ പേര് പറയാൻ അറിയില്ല എന്നല്ലേ നിന്റെ ഒരു വിചാരം? ഓക്കേ, ഹായ് ഹലോ. അങ്ങനെ സരുണേന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം മാല കാണിച്ചു തരാം. ഇതാണ് മാലയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ. ഭയങ്കര രസമുണ്ടല്ലേ? പട്ടുപാടക്കും സാരിക്കും ഒക്കെ അപ്പം അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ചിലപ്പോൾ അത് മൂലയിൽ കിടക്കുകയായിരിക്കും ചെയ്യുക. എന്നാൽ പോലും എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉള്ള സമയത്ത് നമുക്കത് യൂസ് ചെയ്യാൻ ഭയങ്കര ഇതാണല്ലോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് മേടിച്ച് നമുക്ക് ഞാനിപ്പോൾ കാണിച്ച് തരും എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അമ്മൻ്റെ അടുത്തേക്ക് കൊടുത്തയക്കുകയാണ്. അമ്മക്ക് നാളെ ഗുരുവായൂർ പോകാനുണ്ടല്ലേ. അപ്പോൾ ഗുരുവായൂർ പോകുമ്പം ഇടണമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളെല്ലാവരും ഇത് കണ്ടല്ലോ. ഇതാണ് മാലയുടെ ഫുൾ ഡീറ്റെയിൽ. അപ്പോൾ കപടഭക്തക്ക് ഇത്രയൊക്കെ അനുഗ്രഹം കോരിച്ചൊരിഞ്ഞ് കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഏതായാലും ശ്രീല പിള്ള എന്നെ കൊണ്ട് അന്വേഷിപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറെ എൻ്റെ പുറകിലുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് ഉപകാരമായിരുന്നു. കാരണം എനിക്കും അറിയാം എൻ്റെ പുറകിൽ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളത്. ആരാന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പല ജ്യോത്സ്യന്മാരോടും ചോദിച്ചു നോക്കി, അവരും പറയുന്നു എൻ്റെ പുറകിൽ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളത്. ആരോ എന്തോ എങ്ങനെയോ എനിക്കറിയില്ല ഗൈസ്. അപ്പം എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.